ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗ് ഇന്ന് കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്ത തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ പി രാജീവ് എത്തും. ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള 16 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ റിപ്പോർട്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നാണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് മറ്റ് നടപടിക്രമങ്ങൾ? ലക്ഷ്മി പത്മ, അതായത് സിപിഎമ്മിന്റെ എറണാകുളം ജില്ലയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ റിപ്പോർട്ടിംഗ് ആയിരുന്നു. മധ്യമേഖലയെ അടക്കം 4 മേഖലകളായി തിരിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി ജില്ലാ തലത്തിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് എറണാകുളം ജില്ലയിലെ റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെ 16 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ വരുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഇന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ആയിരിക്കും ഈ യോഗത്തിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിക്ക് ഏറ്റ തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇതിൽ ഇന്ന് നേതാക്കൾ ഇക്കാര്യം പാർട്ടി പ്രവർത്തകരിലേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ട് പങ്കെടുത്തുകൊണ്ട് കൊച്ചിയിൽ തന്നെയായിരുന്നു മധ്യമേഖല റിപ്പോർട്ടിംഗ്. ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. അവിടെ തന്നെയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയുടെ റിപ്പോർട്ടിംഗും നടക്കുന്നത്. 2 വിഭാഗങ്ങളായി തിരിഞ്ഞായിരിക്കും റിപ്പോർട്ടിംഗ് നടക്കുക. ഇന്ന് ഇവിടെ ഇപ്പോൾ 10 ഏരിയ കമ്മിറ്റികളും ഉച്ചയ്ക്ക് ശേഷം കോലഞ്ചേരി 6 ഏരിയ കമ്മിറ്റികളുടെയും റിപ്പോർട്ടിംഗ് ആയിരിക്കും നടക്കുക. എന്തായാലും അല്പനേരത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ടിംഗ് ആരംഭിക്കും. ഏകദേശം 4 മണിക്കൂറോളം റിപ്പോർട്ടിംഗ് നീണ്ടു നിൽക്കും. പാർട്ടി സാധാരണക്കാർക്കിടയിൽ പാർട്ടിക്കുണ്ടായ ശക്തിക്കുറവ് എന്ന് സംബന്ധിച്ചും അക്കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം ഇന്നത്തെ റിപ്പോർട്ടിംഗിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകമായ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരാണ് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നതും. കൂടുതൽ കാര്യങ്ങൾ ഇവരോടാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം പാർട്ടിക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വാധീനം എന്താണ് എന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വാധീനക്കുറവ് എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും ഈ ജില്ലാതലത്തിൽ നടക്കുക. മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള മേഖല തിരിച്ചുള്ള റിപ്പോർട്ടിംഗ് പോലെ ആയിരിക്കില്ല. താഴെ തട്ടിലുള്ള ജനങ്ങളുമായി ഏറ്റവും അടുത്ത് സംവദിക്കുന്ന പ്രവർത്തകരാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും. അതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി ഇവർക്ക് പല ഘട്ടങ്ങളിലും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു റിപ്പോർട്ടിംഗ് നടത്തിയാൽ മാത്രമേ ഇവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയുള്ളൂ. അതായിരിക്കും ഇന്നത്തെ റിപ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത. ലക്ഷ്മി പത്മ. സഹിൻ ആന്റണി, കൊച്ചിയിൽ.